നമസ്കാരം മാന്യപ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. മാന്യപ്രേക്ഷകരെ, അസഭ്യം വിളിക്കരുത്, അല്ലെങ്കിൽ അങ്ങനത്തെ മോശമായ വാക്കുകളൊന്നും ഉപയോഗിക്കരുതെന്ന് എപ്പോഴും കരുതാറുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വിളിയാണ്. അതുകൊണ്ട് മാന്യപ്രേക്ഷകർ എന്നോട് ക്ഷമിക്കുക. ആദ്യമേ തന്നെ വിളിക്കേണ്ടത്, എടാ സുകുമാരൻ നായരെ, നിന്റെ തന്തയുടെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോടാ? ഈ നാട്ടിലെ ഹിന്ദു അതല്ലെങ്കിൽ നായർ സമുദായം എന്നുള്ളത് പച്ചയ്ക്ക് ആദ്യം ചോദിക്കേണ്ടതുണ്ട്. മറ്റൊന്നുകൊണ്ടുമല്ല, സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSന്റെ ആ അഖില ലോക സെക്രട്ടറി അതല്ലെങ്കിൽ ആജീവനാന്ത സെക്രട്ടറി, ഈ സെക്രട്ടറി ആയിട്ടുള്ള നാറി അയാൾ കരുതിയിരിക്കുന്നത് ഈ നാട്ടിലുള്ള നായന്മാർ പൂർണ്ണമായിട്ടും ഇവന്റെ ഡേഷന്റെ മക്കൾക്കുണ്ടായതാണ് എന്നുള്ള ധാരണയാണ്. ഇത് പറയാതിരിക്കാനാവില്ല. കാരണം പണ്ടൊക്കെ ഇവിടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊന്നും സത്യത്തിൽ NSSന് യൂണിറ്റ് ഇല്ലാതിരുന്ന സമയത്തൊക്കെ, അക്കാലത്ത് എനിക്ക് തോന്നുന്നു 10-12 വർഷം മുൻപ് NSSന് യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടന്ന ആളുകളായിരുന്നു ഞങ്ങളൊക്കെ. പക്ഷെ അന്നും ഇന്നും അത് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. പിന്നെ അതിന് വല്ലാതെ നടക്കുകയും ചെയ്തില്ല. സത്യത്തിൽ ഇന്ന് അതിൽ ഭയങ്കര ഭാഗ്യം സിദ്ധിച്ച ആള് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അന്ന് യൂണിറ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ഡാഷ് മോന്റെ അടിയിൽ നമ്മൾ ഈ ഡാഷ് മോൻ പറയുന്നതിനൊക്കെ നമ്മളും ഉത്തരവാദിയാവേണ്ടേ എന്നതാണ് വലിയ ചോദ്യം. മറ്റൊന്നുകൊണ്ടല്ല, അഖില ലോക അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയാണല്ലോ നമ്മുടെ പിണറായി തമ്പുരാനും അതുപോലെയുള്ള ഈ അന്തം കമ്മി കൂട്ടങ്ങൾ ഭരിക്കുന്ന ദേവസ്വം ബോർഡ്. നോക്കൂ, അഖില ലോക അയ്യപ്പ സേവാ സംഘം അതല്ലെങ്കിൽ സംഗമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പ ഭക്തന്മാരെ ചാക്കിലിട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് പിണറായി വിജയൻ. അത് അന്നം കഴിക്കുന്ന ഹിന്ദുക്കൾക്ക് അറിയാമെന്നിരിക്കെ സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെ ഞങ്ങൾ അതിന് പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ ആ ഡാഷിന്റെ മോനെ ഇത്രയെങ്കിലും പറയണ്ടേ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഞാനെന്ന്? എന്റെ മനസാക്ഷി എന്നോട് വീണ്ടും വീണ്ടും ചോദിക്കും. അതുകൊണ്ടാണ് ഈ ഡാഷിന്റെ മോന് തന്തയുടെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോടാ ഈ നായർ സമുദായം നിനക്ക് എന്ന് ഓരോ നായന്മാരും അതല്ലെങ്കിൽ ഓരോ ഹിന്ദുക്കളും ഈ ഡാഷ് മോന്റെ ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിച്ചുകൊണ്ട് ചോദിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് പെരുന്നയിലൊന്നും ആണുങ്ങളില്ലേ? അയ്യപ്പ സംഗമം എന്നും പറഞ്ഞുകൊണ്ട് ഈ പിണറായി വിജയൻ സംഘടിപ്പിക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് NSS പങ്കെടുക്കുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ നാറി എന്ത് ധൈര്യത്തിൽ ാണ് പറയുന്നതെന്ന് അറിയാമോ? ആജീവനാന്തം ഇവൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുമെന്നും ഈ NSS എന്ന് പറയുന്ന ഈ സംഘടന ഈ സമുദായത്തെ വെച്ചുകൊണ്ട് അവനും അവന്റെ കുടുംബവും കോടികൾ കട്ട് തിന്നും നക്കിക്കൊണ്ട് ഈ സമുദായത്തെ വിലക്കെടുത്തുകൊണ്ട് ഈ പിണറായി വിജയൻ അടക്കമുള്ളവന്മാർക്ക് അടിമവേല ചെയ്യാൻ അല്ലെങ്കിൽ ഊമ്പി ജീവിക്കാൻ വേണ്ടി ഈ നായന്മാരെ ഇട്ടുകൊടുക്കുമെന്നുള്ളതല്ലാതെ എന്താണ് ഇതിനെ കൊണ്ട് അർത്ഥമാക്കേണ്ടത്? ഈ നാറി ഈ ഡാഷ്മോൻ ഇറക്കിയ ഒരു പത്രക്കുറിപ്പുണ്ടാന്ന് വായിക്കേണ്ടത് തന്നെയാണ്. എന്തെന്നറിയാമോ? ഇങ്ങനെയാണ് വരുന്നത്. പ്രസിദ്ധീകരണത്തിന് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൽ നിലനിന്നു പോരുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് കോട്ടം തട്ടാതെയും ക്ഷേത്രത്തിന്റെ പരിശുദ്ധി സംരക്ഷിച്ചു കൊണ്ടുമുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുവാനാണ് ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് നല്ലത് തന്നെ. ഇതിനാണോ പിണറായി വിജയൻ ഈ ദേവസ്വം ബോർഡിന് വെച്ചുകൊണ്ട് അഖില ആഗോള അയ്യപ്പ സംഗമം, അതിന് അയ്യപ്പ സംഗമം എന്നല്ല പറയേണ്ടത്, നെയ്യപ്പ സംഗമം എന്നാ പറയേണ്ടത്. ഈ നെയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്നവന്മാരുടെ ഒക്കെ ചെപ്പക്കുറ്റി കൊടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഈ നായന്മാരുടെ അട്ടിപ്പേർ അവകാശം പേറിക്കൊണ്ട് ഈ സുകുമാരൻ നായ പറഞ്ഞിരിക്കുകയാണ് നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. ആലോചിച്ച് നോക്കൂ. എങ്ങനെയാ ബിന്ദു അമ്മണിയും കനക ദുർഗയും ശബരിമല കയറിയത്? ആരാണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത്? ആരാണ് അതിന് മെനക്കെട്ടിറങ്ങിയത്? എന്താണ് അതിന്റെ പിന്നിലുണ്ടായിരുന്ന ചേതോ വികാരം എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ട് പിണറായി വിജയൻ ചിരിച്ച ഒരു ചിരിയുണ്ട്. എങ്ങനെയായിരുന്നു ഈ ശബരിമല ക്ഷേത്രത്തിലേക്ക് ആചാരം ലംഘിച്ച് അനുഷ്ഠാനം ലംഘിച്ച് ഈ ബിന്ദു അമ്മണിയും കനക ദുർഗയും കയറി എന്നുള്ളത് പിറ്റേന്ന് അറിഞ്ഞ സമയത്ത് അവന്റെ ഒരു വേട്ടാവളിയൻ ചിരി ഉണ്ടായിരുന്നു. ആ ചിരി കണ്ടവരല്ലേ നമ്മളെല്ലാവരും? ഹിന്ദു സമൂഹമേ, എങ്ങനെയാണ് നിങ്ങൾ ഇതൊക്കെ മറക്കുന്നത്? ആ സമയത്ത് അതിനുശേഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റും പിണറായി വിജയനെ വിട്ടുകൊണ്ട് 18 എണ്ണം ഇവർക്കും BJPക്ക് ഒരു സീറ്റും കോൺഗ്രസിനും BJPക്ക് ഒരു സീറ്റും കിട്ടിയപ്പോൾ പിണറായി തമ്പുരാന് മനസ്സിലായി ഇത് ഇനി കൈവിട്ട കളിയാണ്, ഹിന്ദുക്കൾ തിരിഞ്ഞു തുടങ്ങി എന്നുള്ളത്. അപ്പോഴാണ് ആഗോള നെയ്യപ്പ സംഗമമായിട്ട് വന്നിരിക്കുന്നത്. അതിന് ഓരോ നായന്മാരെയും ഈ അടിമയായി പിണറായി വിജയന്റെ ആ കാൽ കീഴിൽ കെട്ടിക്കൊണ്ടു കൊടുക്കാൻ പോകുന്ന സുകുമാരൻ നായരുടെ ചെപ്പക്കുറ്റിക്ക് ഓരോ നായന്മാരും എന്നാണ് അടിക്കുക? എന്നാണ് നിനക്കൊക്കെ സ്വാഭിമാനം? നീയൊക്കെ തന്തയ്ക്ക് പറന്നതാണ് എന്ന് തെളിയിക്കുക എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. ഇനി ഈ ഡാഷ്മോൻ പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി
ഇതിലേക്ക് രൂപപ്പെടുന്ന ആ സമിതിയുടെ നേതൃത്വം രാഷ്ട്രീയ വിമുക്തവും തികഞ്ഞ അയ്യപ്പ ഭക്തരെ ഉൾക്കൊള്ളുന്നതുമായിരിക്കണമെന്ന് ഈ ഡേഷ്മോൻ പറയുന്നതിനനുസരിച്ചാണല്ലോ പിണറായി തമ്പുരാൻ ഇത്തരത്തിൽ ചെയ്യാം. നോക്കൂ, NSSന് കീഴിലുള്ള എത്രയോ രക്ഷിതാക്കളുടെ മക്കൾ ഇവരൊക്കെ ഇന്നും ഒരുപാട് നൂലാമാലകൾ ഈ ശബരിമല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് അത് തടയാൻ വേണ്ടി ഇറങ്ങിയ ഹിന്ദുക്കൾക്കിടയിൽ ഇറങ്ങിയത് കൊണ്ട് കേസും ഗുണ്ടാമണ്ടിയുമായിട്ട് നടന്നുകൊണ്ട് വിദേശത്തേക്ക് അതല്ലെങ്കിൽ മറ്റൊട്ടേറെ കാര്യങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനൊന്നും പറ്റാതെ ഒരു പാസ്പോർട്ട് പോലും എടുക്കാൻ പറ്റാതെ പിണറായി വിജയൻ അവന്റെ ആ ഒരു അധികാരം ഉപയോഗിച്ച് തളച്ചിട്ടപ്പോൾ ഈ സുകുമാരൻ നായർ ഇതൊന്നും കണ്ടില്ല, ഈ ഡാഷ്മോൻ ഇതൊന്നും കണ്ടില്ല. അവന് പിണറായി വിജയൻ എറിഞ്ഞു കൊടുക്കുന്ന നക്കാപ്പിച്ച നക്കിക്കൊണ്ട് അവന് കുടുംബത്തെ പോറ്റുക, കുടുംബത്തെ തീറ്റുക, എന്നിട്ടോ ഓരോ നായന്മാരുടെ പേരും പറഞ്ഞുകൊണ്ട് ഈ നായന്മാരെയൊക്കെ ഇവന്റെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടി ഇറക്കാൻ വേണ്ടി ഇട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ, നായന്മാരെ നിനക്കൊക്കെ ഉളുപ്പുണ്ടോ, ഊളകളാണോ നീയൊക്കെ എന്ന് ആരെങ്കിലും ഇനിയെങ്കിലും ചോദിക്കേണ്ടേ? അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഞാനൊരു നായ സമുദായ അംഗമായതുകൊണ്ട് എനിക്കതിന് ചോദിക്കാനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്. അതുകൊണ്ട് ഓരോ നായന്മാരും ചോദിക്കേണ്ടതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഈ ഡാഷ്മോൻ പറഞ്ഞിരിക്കുകയാണ്, എങ്കിൽ മാത്രമേ ഈ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടാൻ കഴിയുകയുള്ളൂ. ഇക്കാര്യത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടും അല്ലാതെയുമുള്ള പല അഭിപ്രായങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ച് NSSന്റെ വിശദീകരണം നൽകേണ്ടി വന്നത്. നോക്കൂ, ഈ ഡാഷ്മോന് തീരെഴുതി കൊടുത്തതാണോ ഈ നാട്ടിലെ നായന്മാരെ? എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ, എന്തുകൊണ്ടാണ് നായന്മാരെ നിങ്ങൾ ചിന്തിക്കാത്തത്? ഇത് പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഹിന്ദു സമുദായം, ഇവിടെ നായർ സമുദായം പോട്ടെ, ഇതാക്കണ് നമ്മുടെ ഈഴവ സമുദായത്തിൽ ഒരു ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി സുഡാപ്പികൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന രണ്ടെണ്ണം കണക്കാ. വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ വായി തുറന്നിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഇവന്റെയൊക്കെ അണ്ണാക്കിലേക്ക് കുത്തി കയറ്റാനുള്ളത് കയറ്റി കൊടുത്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് വാ തുറക്കില്ല. സുകുമാരൻ നായരായാലും വെള്ളാപ്പള്ളി ആയാലും ഈ ഡാഷ് മക്കളൊക്കെ ഹിന്ദുവിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഹിന്ദു സമുദായ നേതാക്കന്മാരെ നടന്നുകൊണ്ട് കോടികൾ കട്ടുമുടിച്ച് നക്കി കുടുംബത്തെ നക്കിക്കുക എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ഓരോ സമുദായാംഗങ്ങളും നിന്നു കൊടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയേണ്ടേ മക്കളെ? ഇത് രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ രക്തം ഇങ്ങനെ തിളയ്ക്കുകയായിരുന്നു സത്യത്തിൽ. കാരണം നായന്മാരുടെ പേരും പറഞ്ഞ് ഈ ഡാഷ്മോൻ ചെയ്യുന്ന ചെറ്റത്തരങ്ങളെല്ലാം അനുവദിച്ചു കൊടുക്കേണ്ടതാണോ നായന്മാരെ എന്ന് ഒരു തന്തയ്ക്ക് പറഞ്ഞ ഓരോ നായന്മാരും ചിന്തിക്കേണ്ടതല്ലേ? എന്നിട്ട് അതിനനുസരിച്ച് ഈ ഡാഷ്മോന് പ്രതികരണ ശേഷിയോടുകൂടി പ്രതിരോധിക്കേണ്ടതല്ലേ? പ്രതിഷേധിക്കേണ്ടതല്ലേ ഈ ഡാഷ്മോനോട്? അത്തരത്തിൽ പ്രതിഷേധിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഡാഷ്മോൻ ഈ പത്രക്കുറിപ്പ് അല്ല ഇറക്കുക. ഈ ഡാഷ്മോൻ ഇറക്കുന്ന പത്രക്കുറിപ്പ് എന്തായിരിക്കും അറിയാമോ? ഇതാ NSS ഒരിക്കലും ഈ ഭൂലോക നെയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം ഇറക്കുക. പക്ഷെ ഇപ്പോഴും നായന്മാരെ നാറികളെ എന്ന് ആരെങ്കിലും വിളിച്ചാൽ കുറ്റപ്പെടുത്തണ്ട. ആണും പെണ്ണും കെട്ട രീതിയിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നിമിഷമെങ്കിലും ആണായിട്ട് ജീവിച്ച് അതല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിച്ച് നപുംസകമാവാതെ പ്രതിഷേധിച്ച് രംഗത്ത് വരാനുള്ള നട്ടെല്ല് കാണിക്കും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലയിൽ NSSന് യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നടന്ന കാര്യം. സത്യത്തിൽ അന്നങ്ങ യൂണിറ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ഡാഷിന്റെ തന്തയുടെ ആ അവകാശം പോലെ ഓരോ നായന്മാരും ഇവന് റാൻമൂളികളായി നിൽക്കുന്ന പോലെ ഞാനും ഒരു പക്ഷെ നിൽക്കേണ്ടി വന്നേനെ എന്നുള്ള ആ ഒരു വലിയ ശാപത്തിൽ നിന്നാണ് ഞാൻ രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന് NSSന്റെ യൂണിറ്റ് ഇല്ലാത്ത ഒരുപാട് നാടുകൾ ഉണ്ടായിരിക്കാം. ആ നാട്ടിലുള്ള ആളുകളൊക്കെ ആശ്വസിക്കുക. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ ഡാഷ്മോനെ പുറത്തേക്ക് ഇട്ടുകൊണ്ട് ചവിട്ടിക്കൂട്ടി, ഓടാ ഡാഷ്മോനെ, നീ അല്ല ആജീവനാന്ത ജനറൽ സെക്രട്ടറി അല്ല, നീ നായന്മാരുടെ നക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നായന്മാർക്ക് വേണ്ടി നീ നിലപാടെടുക്കണമെന്ന് പറയാൻ ഏതെങ്കിലും ഒരു അര നട്ടെല്ലുള്ള ഏതെങ്കിലും ഒരു നായർ ഇനിയെങ്കിലും ജന്മം എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ. ഇത്തരത്തിൽ ഈ ഡാഷ്മോനെ പോലെ സമുദായ നേതാക്കന്മാരെന്നും പറഞ്ഞുകൊണ്ട് മുകൾ തട്ടിലിരുന്നു കൊണ്ട് ഓരോ സമുദായ അംഗത്തെയും ഭരിച്ചുകൊണ്ട് അവനൊക്കെ തടിച്ച് വീർത്ത് ഇങ്ങനെ വരുമ്പോൾ ആ വീർക്കുന്ന അവിടെ കടക്കൽ കത്തി വെക്കാൻ എന്നാണോ ഓരോ സമുദായ അംഗത്തിനും കഴിവ് വരിക, നട്ടെല്ല് വരിക, ശക്തി വരിക, അന്നേ സമുദായ അംഗമേ ഹിന്ദുവേ നീ രക്ഷപ്പെടുകയുള്ളൂ. എങ്ങനെയാണോ ശബരിമല ആചാരാനുഷ്ഠാന ലംഘനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി പിണറായി വിജയനും ദേവസ്വം ബോർഡ് അടക്കമുള്ള എല്ലാവരും കൂട്ടുനിന്നത്, അതിനെ പിന്താങ്ങുന്ന NSSന്റെ ഈ ചെറ്റ നിലപാടുണ്ടല്ലോ, ആ ചെറ്റ നിലപാടിനൊപ്പമല്ല ഒരു നായരായിട്ടുള്ള ഞാൻ എന്നുള്ളത് പച്ചയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ ഒരു തന്ത വേണ്ട. ഏതെങ്കിലും ഒരു തന്തയുടെ ഗുണമുള്ള ഏതെങ്കിലും നായന്മാരുണ്ടെങ്കിൽ പ്രതിഷേധിക്കടോ, പ്രതികരിക്കടോ. നാണവും മാനവും ഉളുപ്പുമുണ്ടെങ്കിൽ നായന്മാരെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.